വഖഫ് ബില്ലിനെ ശക്തമായി പിന്തുണച്ച SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് എതിരല്ല വഖഫ് ബില്ല്. എന്നാൽ ഉള്ളുകൊണ്ട് ആഗ്രഹമില്ലാത്തവരും മുനമ്പത്ത് പോയി പ്രസംഗിച്ചവരും ബില്ലിനെ എതിർത്തു. അതേസമയം വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് കോൺഗ്രസിന്റേതെന്നും മുസ്ലിം സമുദായത്തെ ഭയപ്പെടുത്തുന്നുവെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുറന്നടിച്ചു. കണിച്ചുകുളങ്ങരയിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു ഇരുവരും. നിഷ ദിലീപ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഷ, അദ്ദേഹം സംസാരിക്കുമ്പോൾ പറഞ്ഞത് താനൊരു രാഷ്ട്രീയ നേതാവല്ല, സാമുദായിക സംഘടനയുടെ നേതാവാണ്. ജനപക്ഷത്ത് നിന്നുകൊണ്ട് മാത്രമേ സംസാരിക്കാൻ കഴിയുകയുള്ളൂ. മുനമ്പത്തെ ജനങ്ങൾ സാധാരണ ജനങ്ങളാണ്. സാധാരണ ജനങ്ങൾക്ക് വഖഫ് ബില്ല് ഒരു അനുഗ്രഹമാണ് എന്ന തരത്തിലേക്ക് തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്, അല്ലേ? തന്നെയാണ്. അതായത് അദ്ദേഹം വ്യക്തമായി തന്നെ പറഞ്ഞത് വഖഫ് ബില്ലിനെ അനുകൂലിക്കുന്ന ഒരു നിലപാട് തന്നെയായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തു നിന്നുണ്ടായത്. വ്യക്തമായി അദ്ദേഹം പറഞ്ഞത് രാജ്യത്തെ പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ല കാര്യം തന്നെയാണ്. പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് എതിരല്ല. ഉള്ളുകൊണ്ട് ആഗ്രഹമില്ലാത്ത ആളുകൾ, അതായത് കോൺഗ്രസിലെ ഒരു MD ഹൈബിയുടനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത്, ഉള്ളുകൊണ്ട് ആഗ്രഹമില്ലാത്തവരും, അതായത് മുനമ്പത്ത് പോയി പ്രസംഗിച്ചവർ പോലും ബില്ലിനെ എതിർത്തു. അത് രാഷ്ട്രീയ വോട്ട് ലക്ഷ്യമാക്കിക്കൊണ്ടാണ്. കാരണം അവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു കളിയാണ് കോൺഗ്രസിന്റേത്. അതുകൊണ്ടാണ് ആഗ്രഹമില്ലാത്തവർ പോലും ശക്തമായി വഖഫ് ബില്ലിനെ എതിരെ നിന്നത് എന്ന കാര്യങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് 11:15 കൂടിയാണ് വെള്ളാപ്പള്ളി നടേശന്റെ കണിച്ചുകുളങ്ങരയിലെ വീട്ടിലേക്ക് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എത്തിച്ചേരുന്നത്. ഏതാണ്ട് 2 മണിക്കൂറോളം ഇവരുടെ കൂടിക്കാഴ്ച നീണ്ടു. ശുദ്ധനായ രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. എല്ലാവരെയും സമന്വയിപ്പിച്ച് കൊണ്ടുപോകാൻ പുതിയ അധ്യക്ഷന് കഴിയട്ടെ എന്ന ആശംസകൾ നേർന്നു. എല്ലാവരും ഇപ്പോൾ തന്നെ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് എല്ലാവരും അദ്ദേഹത്തിന് പിന്നിൽ ഒറ്റക്കെട്ടായി അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഇനിയും എല്ലാവരെയും സമന്വയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. തങ്ങൾ തമ്മിൽ 10-12 വർഷത്തെ സൗഹൃദമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം കാണാൻ വന്നത്. സൗഹൃദപരമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു തമ്മിലുണ്ടായിരുന്നത്. ഇക്കാര്യങ്ങളൊക്കെയാണ് ഇരുവരും വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ വെള്ളാപ്പള്ളിയുമായി വ്യക്തിപരമായ ബന്ധമാണ്. അതുകൊണ്ട് ഇതിനൊരു രാഷ്ട്രീയ കൂടിക്കാഴ്ചയായി കാണണ്ട എന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും 2-2.5 മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ച അവസാനിച്ച ശേഷം അദ്ദേഹം ഇപ്പോൾ NDA സംസ്ഥാന നേതൃയോഗം നടക്കുന്ന ട്രാവൻകൂർ പാലസ് ഹോട്ടലിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. 2:30 BDJSന്റെ യോഗം തുടങ്ങും. അതിനുശേഷം 3 മണിയോടുകൂടിയായിരിക്കും NDA സംസ്ഥാന നേതൃയോഗം ചേർത്തല ട്രാവൻകൂർ പാലസ് ഹോട്ടലിൽ നടക്കുക. NDAയുടെ ഘടകകക്ഷി നേതാക്കന്മാർ അടക്കമുള്ള ആളുകൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 3 മണിയോടുകൂടി NDA സംസ്ഥാന നേതൃയോഗത്തിന് ചേർത്തലയിൽ തുടക്കമാകും. ദേവിക. ശരി നിഷ.